ഹലോ കൂട്ടുകാരെ, നാത്തുൻ ടിപ്സ് ആൻഡ് സ്റ്റിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി ഡിഷായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ കാണുന്നത് നമ്മുടെ നല്ല പച്ച മുന്തിരിയാണ് കേട്ടോ. പക്ഷേ ഈ മുന്തിരി വാങ്ങി വന്നപ്പോഴേ നല്ല പുളിയായിരുന്നു. അപ്പോൾ ഈ പുളിയായപ്പോൾ അത് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടായി. അപ്പോൾ തോന്നി നമുക്ക് ഇതുകൊണ്ടൊരു സൂത്രം കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ പിടിക്കുക. ഈ ചീഞ്ചട്ടിയിൽ ഇട്ടതിനൊക്കെ ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു ബോധ്യം തോന്നിയത്. അതുകൊണ്ടാണ് കേട്ടോ ആദ്യം കാണിക്കാഞ്ഞത്. അപ്പോൾ ഞാനിതൊരു ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് പച്ചമുളകും വേപ്പിലയും ഇഞ്ചിയും ഇതൊക്കെ ഒന്നിട്ട് വാട്ടിയിട്ട് നമ്മുടെ മുന്തിരിനും അതിലേക്കിട്ട് വാട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പൈനാപ്പിൾ കറി എങ്ങനെയാണ് വയ്ക്കുക അതേപോലെ തന്നെയാണ് ഞാൻ ഈ കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ചീഞ്ചട്ടി വെച്ച് ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിൽ പച്ചമുളകൊക്കെ ഇട്ട് മുന്തിരിയൊക്കെ ഇട്ട് വാട്ടി ആ മുന്തിരിയൊക്കെ ഒന്ന് വാടിയതിന് ശേഷം ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ അതിൽ കിടന്നിട്ടാണ് ഈ മുന്തിരി കിടന്ന് വാടിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങ ചിരകി തേങ്ങയും അതിൽ കുറച്ച് ജീരകവും കുരുമുളകും പച്ചമുളകും കൂടി അരച്ച് വെച്ചു. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നിയത്, ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ ഇവിടെ നന്നായി വാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഈ തേങ്ങ അരച്ചത് അതിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ തേങ്ങ നന്നായി ചേർത്ത് വേറെ വെള്ളമൊന്നും ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഈ തേങ്ങ ചിരകിയത് അരച്ചത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി. ഈ തേങ്ങയിൽ ജീരകവും 2 മണി കുരുമുളകും, ഒരു 1/4 സ്പൂൺ കുരുമുളകും, പിന്നെ 1-2 പച്ചമുളകും കൂടി അരച്ചതാണ്. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ തേങ്ങ അരച്ചത്. അതാണ് ഇപ്പോൾ ഈ മുന്തിരിയിൽ ഇട്ടിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ജാറിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ആ ജാറ് കഴുകി ആ വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ആ ജാറ് കഴുകി ആ വെള്ളം തുള്ളി വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ വെള്ളം കൂടി തേങ്ങയും കൂടി അതിലിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നന്നായി തിളച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം വേണം നമ്മൾക്ക് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ചേർക്കാനായിട്ട്. നിങ്ങൾ പൈനാപ്പിൾ കറി എങ്ങനെ കഴിച്ചിട്ടുണ്ടോ അതിൻ്റേതായ ഒരു ടേസ്റ്റാണ്. അത് പൈനാപ്പിളിന് പകരം ഇത് മുന്തിരി, അത്രയേ ഉള്ളൂ. അപ്പോൾ മുന്തിരിക്ക് വേറൊരു ടേസ്റ്റാണല്ലോ. അപ്പോൾ അതിൽ നമ്മൾ പഞ്ചസാരയും കൂടി ചേർക്കണം കേട്ടോ. ഞാനത് കാണിച്ചു തരാൻ നേരത്തെ ചെയ്തത് കൊണ്ടാണ് എനിക്ക് കാണിച്ചു തരാൻ പറ്റാഞ്ഞത്. അപ്പോൾ പഞ്ചസാര നമ്മൾ മുന്തിരി വാടുന്നതിനൊപ്പം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇപ്പോൾ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് നന്നായി മിക്സായി ഇപ്പോൾ നമ്മുടെ തേങ്ങ അരച്ചതും മുന്തിരിയൊക്കെ കൂടി നന്നായി ഇതിലേക്ക് ചേർന്നിട്ടുണ്ട്. നമുക്ക് ഒഴിച്ച് കറി ഉണ്ടാക്കി കഴിക്കാനായിട്ട് നല്ലതാട്ടോ. സൈഡ് കറിയാണ് ഇതിൻ്റെ മെയിൻ. സൈഡ് കറിയായിട്ട് ഉപയോഗിക്കാനാണ് മെയിൻ ആവശ്യം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ തൈരാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തൈര് അധികം വേണ്ട, അധികമായ പുളിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞൊരു ഗ്ലാസ് തൈരാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു നോക്കേണ്ടത്. അപ്പോൾ തൈര് ഒഴിച്ച് ഇനി തൈര് ഒഴിച്ചിട്ട് അധികമായിട്ട് തിളപ്പിക്കരുത് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈര് ഒഴിച്ച് അധികമായിട്ട് തിളപ്പിച്ചാൽ അത് എന്താ പറയുക, വെള്ളമെടുത്ത പോലെ ഇരിക്കും. അപ്പോൾ തൈര് ഒഴിച്ച് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ കറി ഒന്ന് തള വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടണം. അല്ലെങ്കിൽ ഇപ്പോൾ ലൂസായിരിക്കും. ഇപ്പോൾ തള വന്നു, ഞാൻ സ്റ്റവ് ഒന്ന് കുറച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി നന്നായി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായി തിളച്ച് തുടങ്ങിയാൽ നമുക്ക് നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്തിടാം. ഇപ്പം നമ്മുടെ കറി കാണാനൊക്കെ നല്ല ഭംഗിയിൽ അത് പച്ചമുളക് ആദ്യം ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കുമ്പോൾ ഈ പച്ചമുളകും കറിവേപ്പിലയും അതിനോടൊപ്പം തന്നെ നുള്ളു മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ മുന്തിരി ഇട്ട് വാട്ടിയത്. മുന്തിരി വാടിയതിനനുസരിച്ച് പഞ്ചസാരയും കൂടി ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കറിക്കൊക്കെ നല്ലൊരു കളറാണ് കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങ ചിരകി അരച്ചപ്പോൾ അതിലും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കറി നമുക്കിനി താളിക്കാം. ഇപ്പോൾ നന്നായി തിളച്ചൊക്കെ കഴിഞ്ഞു. അതൊരു വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. കാരണം ഒരു ഒതുങ്ങിയൊരു പാത്രത്തിൽ, എന്നാൽ അതല്ല അതിൻ്റെ ഒരു ഭംഗി, സെർവ് ചെയ്യാനായിട്ടൊക്കെ എളുപ്പം. മറ്റത് പരന്നൊരു ചീഞ്ചട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് അത് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി വേണം നമുക്കത് താളിക്കാനായിട്ട്. അപ്പോൾ താളിക്കാനായിട്ട് ഞാൻ നല്ല വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായപ്പോൾ കടുക് ഇട്ടു കേട്ടോ. കടുക് ഇട്ടതിന് ശേഷം, കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ നമ്മുടെ മുളക് ഇടേണ്ടത്. അതിന് മുന്നിടരുത്, അല്ലെങ്കിൽ കടുക് പൊട്ടാൻ ബുദ്ധിമുട്ട്. കടുക് ഇട്ടാൽ പിന്നെ കടുക് പൊട്ടാണ്ട് വേറെ ഒന്നും ഇടരുത്. അപ്പോൾ വറ്റൽ മുളകാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞ് ഇപ്പോൾ നമ്മുടെ കടുക് ഏകദേശം ഇവിടെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് നമ്മൾ മുളക് ഇട്ട് കൊടുക്കാൻ. മുളക് ഇട്ടതിന് ശേഷം വേണം നമുക്ക് കറിവേപ്പില ഇടാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ആ കടുകും വറ്റൽമുളകൊക്കെ നമ്മുടെ കറിയുടെ മുകളിൽ കിടക്കുമ്പോൾ അതൊരു അടിപൊളി ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതേ മുളക് ഇട്ടിട്ടുണ്ട്. മുളക് ഒന്ന് ചൂടായതിന് ശേഷം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിയും, ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടാൽ പൊട്ടിത്തെറിക്കും, വെച്ചാൽ പച്ചലി ആയതുകൊണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടി നമ്മുടെ ആ കറിയുടെ മുകളിൽ ഒഴിക്കുമ്പോൾ ഹായ് എന്താ ഒരു ഭംഗി തന്നെയല്ല കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല അടിപൊളി കറിയാണ്. വേറൊരു കറി ഇല്ലെങ്കിൽ നമുക്ക് ഇത് കൂട്ടി നമുക്ക് ഊണ് കഴിക്കാം. ഇതല്ലെങ്കിൽ നമുക്ക് സൈഡ് കറി ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് ആ കടുക് താളിച്ചത് ഒഴിക്കുക. കണ്ടോ എന്താ ഒരു ഭംഗി. എന്ത് എളുപ്പമാണെന്നറിയോ കറി വയ്ക്കാൻ. മുന്തിരി മേടിച്ചു കൊണ്ട് ചിലവാവാണ്ടൊക്കെ വീട്ടിൽ ചില പിള്ളേരൊക്കെ കഴിക്കാണ്ട് വീട്ടിലിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ മുന്തിരി വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാം, നല്ലൊരു അടിപൊളി കറി. അപ്പോൾ ഞങ്ങളുടെ ഈ മുന്തിരിക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മുന്തിരിക്കറി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്, വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. വെറുതെ പ്ലേറ്റിലേക്ക് എടുത്ത് ഇങ്ങനെ നേരം പോകുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ സൈഡ് കറി ആയിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ചോറിൻ്റെ ഒപ്പം ചോറുണ്ണാനായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ ഈ മുന്തിരിക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ മുന്തിരിക്കറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. അതിലുപരി നിങ്ങളിതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ. നിങ്ങൾക്കപ്പോൾ പെട്ടെന്നൊരു കറി ഉണ്ടാക്കാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്തിരി ഫ്രിഡ്ജിൽ അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ അടുത്തൊരു DVD വരുന്നവരേക്കും ബൈ ബൈ, സീ യു.